ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ എല്ലാ എണ്ണ ശുദ്ധീകരണശാലകളും പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആവശ്യത്തിന് അസംസ്കൃത എണ്ണയും പാചകവാതകവും സംഭരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണം. ബഹ്റിൻ രാജാവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ ആദായ നികുതി നിയമത്തിന്റെ അവബോധ പ്രചാരണമായ പ്രാരംഭ് 2026-ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ 3 മുന്നണികളിലെയും പ്രമുഖർ ഇന്ന് പത്രിക നൽകും. വനവും സമ്പദ്വ്യവസ്ഥയും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് അന്താരാഷ്ട്ര വനദിനം. ഫ്രാൻസിൽ നടക്കുന്ന ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും ഇഷ റാണി ബെർവയും സെമി ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ എല്ലാ എണ്ണ ശുദ്ധീകരണശാലകളും പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആവശ്യത്തിന് അസംസ്കൃത എണ്ണയും പാചകവാതകവും സംഭരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്കിടെ 11,300 ടൺ വാണിജ്യ പാചകവാതകം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയതല വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് എന്നിവ ഒഴിവാക്കുന്നതിനായി 4,500-ലേറെ പരിശോധനകൾ രാജ്യത്തുടനീളം നടന്നതായും അവർ അറിയിച്ചു. രാജ്യത്ത് പ്രീമിയം പെട്രോൾ വിലയിൽ വർധന ഉണ്ടായതായി പറഞ്ഞ ജോയിന്റ് സെക്രട്ടറി സാധാരണ പെട്രോളിന്റെ വില കൂടിയിട്ടില്ല എന്നും വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സമുദ്ര പര്യവേഷണ മേഖലയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തുറമുഖ ജലപാത മന്ത്രാലയ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. അർമേനിയ അസർബൈജാൻ പാതയിലൂടെ 284 തീർത്ഥാടകരടക്കം 913 പൌരന്മാരെ സുരക്ഷിതരായി തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി സംസാരിച്ചതായും സമാധാനത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. Prime Minister has spoken to 5 world leaders. He spoke to leaders of Oman, Malaysia, France, Jordan and Qatar. In these conversations, Prime Minister put forth India's position on the ongoing conflict in West Asia. He highlighted the need to prioritize dialogue and diplomacy for de-escalation and the subsequent restoration of peace and stability. Prime Minister strongly condemned attacks on energy infrastructure. Prime Minister and the various leaders reiterated their support for safe and free navigation through the Strait of Hormuz. ഗൾഫ് മേഖലയിൽ വ്യത്യസ്ത സംഭവങ്ങളിലായി 6 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായതായും ഒരാളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അസീം മഹാജൻ വ്യക്തമാക്കി. ബഹ്റിൻ രാജാവ് ഹമാദ് ബിൻ ഇസ അൽ ഖലീഫയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോൺ സംഭാഷണം നടത്തി. മേഖലയിലെ സ്ഥിതിഗതികൾ ഇരുവരും ചർച്ച ചെയ്തു. നിർണായക ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണങ്ങൾ നടന്നതോടെ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. വിശദാംശങ്ങളിലേക്ക്. ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ വക്താവ് ജനറൽ അലി മുഹമ്മദ് നൈനിയെയും IRGCക്ക് കീഴിലെ സായുധ വിഭാഗമായ ബാസിജ് സേനയുടെ ഇന്റലിജൻസ് മേധാവി ജനറൽ ഇസ്മായിൽ അഹമ്മദിയെയും വധിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. ഇന്നലെ ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടത്. രാത്രിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. ദുബായിൽ ഡ്രോണുകൾ തകർത്തു. UAEയിൽ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റും ബാബ് എണ്ണപ്പാടവും താൽക്കാലികമായി അടച്ചു. സൌദിയിലും കുവൈറ്റിലും വിവിധ മേഖലകളിൽ ആക്രമണം തടഞ്ഞു. ലെബനനിലും സ്ഥിതി സങ്കീർണമാണ്. ബാഫ്ലിയ, ഹാനൈൻ എന്നിവയുൾപ്പെടെയുള്ള തെക്കൻ പട്ടണങ്ങളിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോള എണ്ണ വാതക ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഉത്തർപ്രദേശ് സന്ദർശനം തുടരുന്നു. മഥുര ജില്ലയിലെ ഗോവർദ്ധൻ ദംഘാട്ടി ക്ഷേത്രത്തിൽ രാഷ്ട്രപതി ഇന്ന് ദർശനം നടത്തും. വ്യാഴാഴ്ച ഉത്തർപ്രദേശിലെത്തിയ രാഷ്ട്രപതി ഇന്നലെ രാമകൃഷ്ണ മിഷൻ സേവാശ്രമ ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച നന്ദ് കിഷോർ സോമാനി ഓങ്കോളജി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് മഹാരാഷ്ട്രയിലെത്തും. നാഗ്പൂരിലെ മഹർഷി വ്യാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 29ാമത് ഇന്ത്യൻ യൂത്ത് പാർലമെന്റ് ദേശീയ സെഷനിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിലും 64ാമത് ജൈന ദീക്ഷാ ചടങ്ങിലും പങ്കെടുക്കാൻ അദ്ദേഹം മുംബൈയിലേക്ക് തിരിക്കും.
2025 ആദായ നികുതി നിയമത്തിന്റെ അവബോധ പ്രചാരണമായ പ്രാരംഭ് 2026 കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. അടുത്ത മാസം 1-ാം തീയതിയാണ് പ്രചാരണം ആരംഭിക്കുന്നത്. പുതിയ നിയമം ലളിതവും വ്യക്തവുമാണെന്നും അതുപ്രകാരം അനുമാന നികുതി പദ്ധതി ശക്തിപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ ഉപവിദേശകാര്യമന്ത്രി പാർക്ക് യൂൻ ജൂവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, കസാക്കിസ്ഥാൻ അംബാസിഡർ അസമത് എസ്കരായേവ്, ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ള എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ സമകാലിക സാഹചര്യവും ഇൻഡോ പസഫിക് മേഖലയിലെ വിഷയങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. റംസാൻ ദിനമായ ഇന്നലെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ സ്ഥാനാർത്ഥികൾ പള്ളികളും വീടുകളും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫ്, LDF സ്ഥാനാർത്ഥി KK ശൈലജ, പയ്യന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി AP ഗംഗാധരൻ, കോട്ടയം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ, LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24-നാണ് സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. 2026 കേരള നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാനായി സജ്ജമാക്കിയ വിജിൽ സംവിധാനത്തിന് മികച്ച പ്രതികരണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇന്നലത്തെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 4585 പരാതികളാണ് ഒറ്റ ദിവസം കൊണ്ട് ആപ്പിലൂടെ ലഭിച്ചത്. ഒരു റിപ്പോർട്ട്. ലഭിച്ച 4528 പരാതികളും അതിവേഗം പരിശോധിച്ച് തീർപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡുകൾക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും സാധിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ സമൂഹ മാധ്യമങ്ങളിൽ നൽകുന്ന രാഷ്ട്രീയ പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തൽ, പെയ്ഡ് വാർത്തകളുടെ നിരീക്ഷണം എന്നിവ സംസ്ഥാന തലത്തിൽ അഡീഷണൽ CEO അധ്യക്ഷനായ 4-അംഗ കമ്മിറ്റി നിർവഹിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. അംഗീകാരം ലഭിക്കാത്ത പരസ്യങ്ങൾ നൽകുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമായി കണക്കാക്കുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ മറ്റന്നാൾ വരെ സമയം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. പശ്ചിമ ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്പീലുകൾക്കായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 19 അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ രൂപീകരിച്ചു. ഈ മാസം 10-ാം തീയതി വന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾക്ക് രൂപം നൽകിയത്. ഇന്ന് അന്താരാഷ്ട്ര വനദിനം. നമ്മുടെ ജീവിതത്തിൽ വനങ്ങളുടെയും വനപ്രദേശങ്ങളുടെയും മരങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് മാർച്ച് 21 ലോകമെമ്പാടും അന്താരാഷ്ട്ര വനദിനമായി ആചരിക്കുന്നത്. 2012 നവംബർ 28-നാണ് ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനം മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമായി പ്രഖ്യാപിച്ചത്. വനവും സമ്പദ് വ്യവസ്ഥയും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഫ്രാൻസിൽ നടക്കുന്ന ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും ഇഷാ റാണി ബർവയും സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് താരത്തെ 21-14, 21-14 പരാജയപ്പെടുത്തിയാണ് തൻവിയുടെ ഫൈനൽ പ്രവേശം. ഇന്ന് നടക്കുന്ന സെമിയിൽ ജപ്പാന്റെ നെസോമി ഒക്കുഹാരയാണ് തൻവിയുടെ എതിരാളി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ എല്ലാ എണ്ണ ശുദ്ധീകരണശാലകളും പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആവശ്യത്തിന് അസംസ്കൃത എണ്ണയും പാചകവാതകവും സംഭരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണം. ബഹ്റൈൻ രാജാവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ ആദായ നികുതി നിയമത്തിന്റെ അവബോധ പ്രചാരണമായ പ്രാരംഭ് 2026 കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ 3 മുന്നണികളിലെയും പ്രമുഖർ ഇന്ന് പത്രിക നൽകും. വനവും സമ്പദ് വ്യവസ്ഥയും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് അന്താരാഷ്ട്ര വനദിനം. ഫ്രാൻസിൽ നടക്കുന്ന ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും ഇഷാ റാണി ബർവയും സെമി ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.